എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നായയെ വളർത്തുന്ന ഒരു വീടാണ് എൻ്റേത്. പല പേരുകളിൽ, പല ജനുസുകളിൽ, പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ, പല പല നായ്ക്കൾ ഈ വീട്ടിൽ വളർന്നിട്ടുണ്ട്. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ വീട്ടിലൊരു നായയുണ്ട്. ആ കുറവ് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ വർഷം ഒരു നായക്കുട്ടിയെ ഞാൻ വാങ്ങിയത്. ഇതൊരു ഫോറിൻ ബ്രീഡൊന്നുമല്ല. ഇവൻ്റെ പേര് രാജപാളയം. തമിഴ്നാട്ടിലെ രാജപാളയത്തിൻ്റെ സ്വന്തം ബ്രീഡ്. നായക്കുട്ടി വീട്ടിലെത്തിയതിന് ശേഷമാണ് ഇവൻ അന്തസ്സായിട്ട് താമസിക്കാൻ ഒരു വീട് വേണം എന്ന ഒരു തോന്നൽ എനിക്കുണ്ടായത്. എന്നാൽ പിന്നെ ഒരു നായക്കൂട് ഉണ്ടാക്കി കളയാം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതും അങ്ങനെയാണ്. പിന്നോട്ടും താമസിച്ചില്ല. അത്യാവശ്യത്തിന് പണിയായുധങ്ങളൊക്കെ എടുത്ത് സാധനങ്ങൾ വാങ്ങി പണിയിലേക്ക് ഇറങ്ങി. പട്ടിക്കൂട് ജവാൻ എവിടെ? രാജപാളയം. ഏലത്തിനൊക്കെ അത്യാവശ്യം വിലയില്ലേ? ഇതൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോരെ എന്ന് പലരും ചോദിച്ചു. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് പറഞ്ഞറിയിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് എന്നോട് തന്നെ ഒരു വില തോന്നുന്നത്, എനിക്ക് എന്നോട് തന്നെ ഒരു മതിപ്പ് തോന്നുന്നത്, എന്നെക്കുറിച്ച് ഒരു ബഹുമാനം തോന്നുന്നത് ഇത്തരം ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ്. ലോകത്തിലുള്ള ഏത് ജോലിയും മനുഷ്യർ ചെയ്യുന്നത് തന്നെയാണ്. അത് ചെയ്യുന്നതിന് ചില ടെക്നിക്കൽ നോളജ് വേണം എന്ന് മാത്രം. ആ ടെക്നിക്കൽ നോളജ് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിലൊന്നാണ് വെൽഡിങ്ങും അതോടൊപ്പം ഇത്തരത്തിലുള്ള ചില നിർമ്മാണ പ്രവർത്തികളും. ഈ നായ്ക്കൂട് മാത്രമേ ഞാൻ തന്നെ ചെയ്തുള്ളൂ. ഇതിനോടൊപ്പം നടന്ന മറ്റ് ചില പണികൾ സാധാരണ പണിക്കാരെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിച്ചത്. എന്തായാലും നായ്ക്കൂടിൻ്റെ പണി എനിക്ക് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ തന്ന ഒന്നാണ്. സത്യത്തിൽ ഈ വെൽഡിങ് എന്ന് പറയുന്നത് എനിക്ക് തീരെ മനസ്സിലാകാത്ത ഒന്നായിരുന്നു. എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത് എന്ന് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കൊറോണ കാലത്ത് സ്വന്തമായ ഒരു വെൽഡിങ് മെഷീൻ മേടിക്കുകയും ചില പരീക്ഷണങ്ങൾ കൂടി വെൽഡിങ് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ചെയ്യാവുന്ന ഒന്നാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതുകൂടാതെ ഒരുപക്ഷെ ഇത്തരത്തിൽ ടെക്നിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തത് ഞാൻ വിദേശത്ത് ജോലി ചെയ്ത സമയത്ത് ആ ഫാക്ടറികളിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായും ആരാണ് ഇക്കാര്യത്തിലൊക്കെ ഗുരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏകലവ്യനെ മാത്രമായിരിക്കും എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സ്വയമായി പഠിച്ചെടുത്ത് പ്രാവർത്തികമാക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകും. അത്തരത്തിലൊന്നാണ് ഈ പ്രവൃത്തി.